ന്യായമായ കമന്റുകൾ അങ്ങ് എന്തായാലും ഇടപെടുന്നുണ്ട്, ഞാനും ഇടപെട്ട് സംസാരിക്കാം. ആര് കൂടുതൽ സംസാരിക്കുമോ നമുക്ക് നോക്കാം. അതായത് ന്യൂസ് 18 ചാനലിന്റെയും യൂട്യൂബിന്റെയും താഴെ വരുന്ന കമന്റുകൾ, രാഹുൽ ഈശ്വറിന്റെയും താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ പൊതുബോധവും പൊതുമണ്ഡലവും ഏതാണെന്ന് അറിയാൻ പറ്റും. പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെയും വിമർശിക്കാം, പക്ഷേ ഹണി റോസിനെ വിമർശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? ഹണി റോസിനോട് ബഹുമാനപുരസരമായ വിമർശനം വെക്കാൻ ഈ നാട്ടിൽ ഒരു സ്പേസ് ഉണ്ടാകണം. ഹണി റോസ് മദർ തെരേസ അല്ലല്ലോ. മദർ തെരേസയ്ക്ക് എത്ര ആദരവുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഹണി റോസിനെയും രാഹുൽ ഈശ്വറിനെയും ബോച്ചയെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം. ബോച്ചയുടെ വാക്കുകൾ 100% തെറ്റാണ്, 100% തെറ്റാണ്. എന്നാൽ ബോച്ചയെ ആ 1 മിനിറ്റിന്റെ തമാശയ്ക്ക് വേണ്ടി 3 വർഷം പിടിച്ചിടരുത്. അത് അന്യായമാണ്, അനുപാതികമല്ല, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആണ്. 2, ആർട്ടിക്കിൾ 19 എന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് പ്രകാരം ഉള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആയ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്ന വകുപ്പാണ് ഞാൻ ഉയർത്തിക്കാട്ടുന്നത്. ഇത് ഭരണഘടനയിലുള്ള കാര്യമല്ലേ? ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡീസൻസി പിന്നെ എന്താണ്? ശരി ഷാബു. മഞ്ജുഷേ, ഞാൻ ഇപ്പൊ മഞ്ജുഷിന് വാട്സപ്പില് 2 ചിത്രങ്ങൾ അയച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇവിടെ ഈ രാഹുൽ ഈശ്വർ ഇവിടെ കൊട്ടിഘോഷിച്ച ഒരു ഒരു ഫറാഷിബില അവർ ഈ എന്താണ് ഇവർക്കെതിരെ ഹണി റോസിനെതിരെ വളരെ ശക്തമായി വാദിച്ചു. അവരുടെ വാദം മുഖവിലേക്ക് എടുക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞല്ലോ. ആ 2 ചിത്രങ്ങൾ താങ്കളൊന്ന് നോക്കൂ. ജസ്റ്റ് ഇതിന്റെ അകത്ത് വാട്സപ്പിൽ അയച്ചതാണത്. താങ്കൾക്ക് ഇതിന്റെ അകത്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. ഈ പറഞ്ഞ ഫറാഷിബിലിയുടെ ചിത്രമാണ്. എന്തായാലും ഈ വേഷത്തിൽ എന്തായാലും ഇവിടെ എന്താണ് ഹണി റോസ് ഒരിടത്തും വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇവർ ഈ പറയുന്നത് എന്താണ്? ഈ രാഹുൽ ഈശ്വർ പറയുന്നത് 2000 വേദികളിൽ പ്രസംഗിച്ച അന്താരാഷ്ട്ര ഭീകരനും അങ്ങനെ ലോകമാധ്യമങ്ങളിലെ ഇടിവെട്ടുന്ന പൗരുഷത്തിന്റെ ശബ്ദവുമായ ആ മഹാനായ രാഹുൽ ഈശ്വർ, നമ്മളൊക്കെ വെറും പാവങ്ങളാണ്, അങ്ങനൊന്നും ഇല്ലേ, ജീവിച്ചു പൊക്കോട്ടെ, അങ്ങ് ഞങ്ങളെ ഒന്ന് ഭയപ്പെടുത്താൻ ശ്രമിച്ചു, ശരി, ഭയപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊന്ന്, അദ്ദേഹം ഈ പറയുന്ന മാതിരി ശരി, ഞാൻ പേടിച്ചു രാഹുൽ ഈശ്വർ. അങ്ങയുടെ 2000 വേദികളുടെ ആ പ്രഘോഷണം കേട്ടപ്പോ ഞാൻ ഭയന്നു. ഷാബുജിയുടെ ഇയർ പീസ് ഒന്ന് ശരിയാക്കണേ. ഷാബുജിയുടെ അല്ല പറഞ്ഞത്, ആങ്കർ കണ്ടിന്യൂസ്ലി സംസാരിച്ചോ പറഞ്ഞത്. ആങ്കറിനോട് കണ്ടിന്യൂസ്ലി ആയിക്കോട്ടെ. എന്താ മഞ്ജുഷും കൂടെ ഒന്ന് പേടിച്ചേക്കണേ, നിങ്ങളെയാണ് പേടിപ്പിച്ചത് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞത് ഹണി റോസിനെ വിമർശനാതീതയല്ല. ഹണി റോസിനെ വിമർശിക്കുന്നതുകൊണ്ട് എന്താ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും വിമർശന വിധേയമാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഹണി റോസിനെ വിമർശിച്ചുകൂടാ എന്നാണല്ലോ ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ വിമർശിക്കുന്നത് എന്തിനെയാണ്? നിങ്ങളുടെ നിലപാടുകളെ എനിക്ക് വിമർശിക്കാം, നിങ്ങളുടെ സമീപനങ്ങളെ വിമർശിക്കാം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇനപ്രോപ്രിയേറ്റോ അല്ലെങ്കിൽ എനിക്ക് യോജിക്കാൻ കഴിയാത്തോ ഉള്ളതിനെ വിമർശിക്കാം. പക്ഷേ എന്റെ വസ്ത്രധാരണത്തെ, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഞാൻ ഇന്ന് ഇവിടെ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ കറുത്ത ഷർട്ട് നിങ്ങൾ ഇടുന്നത് ഇനപ്രോപ്രിയേറ്റ് ആണ്. ഇതൊരു വളരെ ഇതായിട്ടുള്ള ചർച്ചയാണ്. അത് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആ രീതിയിൽ ദ്യോതിപ്പിക്കുന്ന ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത് മോശമല്ലേ എന്ന് വിമർശിച്ചാൽ അതിൻ്റെ അകത്ത് എത്രമാത്രം ജുഗുപ്സാവഹമാണ്, അത് എത്രമാത്രം അസംബന്ധമാണോ അത് തന്നെയാണ് ഇവിടെ. ഹണി റോസ് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. എന്താണ് ഈ മാന്യത എന്ന് പറയുന്നത്? അവർ എന്താ പ്രശ്നം? ഞാൻ ഇവിടെ ധാരാളം സോഷ്യൽ മീഡിയകളിൽ ഇവരുടെ ഈ വീഡിയോയും ചിത്രമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടു. എനിക്കതിൻ്റെ അകത്ത് ഇനപ്രോപ്രിയേറ്റ് ആയിട്ടോ അശ്ലീലമായിട്ടോ തോന്നിയിട്ടില്ല. മിസ്റ്റർ രാഹുൽ ഈശ്വറിനോ അല്ലെങ്കിൽ ഇതേപോലെ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ആഭാസന്മാർക്കോ ഒക്കെ അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. സ്ത്രീ ശരീരത്തെ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇപ്പം പിന്നെ അവർ ഒരു സെലിബ്രിറ്റിയാണ്, അവർ ആ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷം ഇട്ടുകൊണ്ട് അവിടെ വരുന്നു. അല്ലെങ്കിൽ സാധാരണ ഇവരെത്ര പ്രാവശ്യം സാരി എടുത്ത് വന്നപ്പോൾ പോലും എന്തുമാത്രം മോശമായ കമന്റുകളാണ്. ശരിയാണ് രാഹുൽ, താങ്കൾ പറഞ്ഞു കമന്റ് ചെയ്യുന്നവരുടെ എണ്ണം എടുക്കാൻ താങ്കൾ പറഞ്ഞിരുന്നു.
ഈ പറഞ്ഞ ശരിയാണ്, ഷാബു പറഞ്ഞ ശരിയാണ്. സാരി ഉടുത്ത് വരുമ്പോൾ പോലും അവരുടെ ഈ പോസ്റ്റുകൾക്ക് താഴെയായിട്ട്, അവരുടെ ഫോട്ടോകൾക്ക് താഴെയായിട്ട് മോശം കമന്റ് ഇടുന്നവരെയാണോ നമ്മളിവിടെ മുഖവിലേക്ക് എടുക്കേണ്ടത്? മഞ്ജുഷ പറഞ്ഞ മറുപടിക്ക് അതിശക്തമായ ഒരു മറുപടി എനിക്ക് പറയാം. അത് രീതിയിൽ അദ്ദേഹം ലെഗ് സൈഡിൽ ഫുൾ ടോസ് ആണ് എനിക്ക് എറിഞ്ഞു തന്നത്. അതായത് ഹണി റോസിനെ കണ്ടിട്ട് ആ ഉദ്ദേശത്തിന് ഒന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ കണ്ട തോന്നുന്നവരെ ചികിത്സിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ അത് പറയുന്നില്ല. കാര്യം ഈ എതിരാളികളെ ആഭാസന്മാരെന്ന് വിളിക്കുന്നതോ മോശക്കാരെന്ന് വിളിക്കുന്നതല്ല. വാദത്തെ വസ്തുതയെ വസ്തുത കൊണ്ട് നേരിടണം. വാദത്തെ വാദം കൊണ്ട് നേരിടണം. വസ്തുതയെ വസ്തുത കൊണ്ട് നേരിടണം. സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ, ആയിക്കോട്ടെ, സൗന്ദര്യമുള്ള ഒരുപാട് വന്നപ്പോൾ അവരുടെ വസ്ത്രം, അവരുടെ വിവിധ ഫോട്ടോയും താങ്കൾ കമന്റിനെയാണല്ലോ ആശ്രയിക്കുന്നത്, അല്ലല്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റിനെയാണല്ലോ താങ്കൾ ആശ്രയിക്കുന്നത്. അത് തന്നെയാണ് ഹണി റോസ് പറഞ്ഞത്. അവരുടെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുള്ള കമന്റുകൾ മാത്രമല്ല, അവരുടെ തൊഴിൽ നിഷേധ ഭീഷണി വരെ അവർക്കെതിരെ ഉണ്ടാകുന്നുവെന്ന്. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം നടക്കുമ്പോൾ അതിൽ താങ്കളുടെ പങ്കാളിത്തവും പറയുകയാണ് രാഹുൽ. അവർ താങ്കളുടെ പങ്കാളിത്തവും പറയുകയാണ്. എന്നോടല്ലേ ചോദ്യം? ഒരു കാര്യം തീർക്കട്ടെ, ഷാബു തീർക്കട്ടെ. നിങ്ങൾ എന്നോടൊരു വെല്ലുവിളി നടത്തിയല്ലോ. ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾ എന്തോ ഒരു ഭീകരമായ മറുപടി, നിങ്ങൾ എന്തോ ഒരു ഭീകരമായ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നാന്തരം ഒരു ലെഗ് സൈഡിൽ ഒരു ബോളാ ഇട്ട് തന്നിരിക്കുന്നത്, ഞാൻ അത് അടിക്കുന്നില്ല. നിങ്ങൾ അടിക്കപ്പാ, നിങ്ങൾ പറയേ. നിങ്ങൾ അത് തന്നെ പറ. നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള, നിങ്ങൾ എന്നോട് പറയണ്ടേ? മറുപടി പറയട്ടെ. അതായത് ശ്രീ ഷാബു പ്രസാദിന് അദ്ദേഹത്തെ അങ്ങനെ ആരെയും കണ്ടിട്ടൊന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന് മറ്റു പല അർത്ഥങ്ങളും ഉണ്ട്. അതിനെനിക്ക് അറിയില്ല, അതിനെ കുറിച്ച് ഞാൻ എന്താ ഇവിടെ സംഭവിക്കുന്നത്? വെറും കൈയടിക്കും. ആ അർത്ഥം വിവരമുള്ളവർക്കെല്ലാം മനസ്സിലായി ഷാബു പ്രസാദ്. ആ അർത്ഥം വിവരമുള്ളവർക്കെല്ലാം മനസ്സിലായി, കുഴപ്പമില്ല. ആ അർത്ഥം വിവരമുള്ളവർക്കെല്ലാം മനസ്സിലായി. എന്തിനാണ് ഞാൻ മഞ്ജുഷിനോട് ഒരു കാര്യം പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ആങ്കറോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ 2000 വേദിയിൽ എനിക്ക് നിരന്തരമായി സംസാരിക്കാൻ കഴിയും. പക്ഷെ അതിന് എന്തിനാ ഷാബു പ്രസാദ് പറയുന്നതെന്ന് അറിയാമോ? അതായത് ലിബറലുകളുടെ കയ്യടി കിട്ടാൻ, കുറച്ച് ഫെമിനിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ, ഞാനും പുരോഗമനവാദിയാണെന്ന് കാണിക്കാൻ. ഇല്ലെങ്കിൽ മഞ്ജുഷിനോടും അവിടെ ഇരിക്കുന്ന ആങ്കറിനോട് പറഞ്ഞ കാര്യം പുള്ളി പേടിച്ചു പോയിന്ന്. സാർ എന്തിനാ പേടിക്കുന്നത്? സാറിനെ അല്ല നടത്തിയത്. പക്ഷെ അങ്ങനെ പേടിച്ചു പോയിന്ന് പറയുന്ന കാരണം എന്താ അറിയാമോ? ആരുടെയെങ്കിലും ഒക്കെ കയ്യടി, ഫെമിനിസ്റ്റുകളുടെ കയ്യടി വേണം. ഓർക്കേണ്ടത് എനിക്ക് നിരന്തരമായി സംസാരിക്കാൻ നമ്മൾ രണ്ടുപേരും പറയുന്നത് ആരും കേൾക്കില്ല. ഈ ചർച്ച തീരുന്നത് വരെ സംസാരിക്കാൻ അങ്ങേക്കാട്ടി എനിക്ക് കഴിവുണ്ട്. ഞാൻ അങ്ങനെ നിരന്തരം സംസാരിച്ചില്ല, ആരും കേൾക്കില്ല. എന്റെ വാദഗതികളെ അങ്ങേക്ക് പേടിയുണ്ടെങ്കിൽ അങ്ങേക്ക് ബഹളം വെക്കാം. എന്റെ വാദഗതികൾക്ക് മറുപടി പറയാൻ ധൈര്യമില്ലെങ്കിൽ അങ്ങേക്ക് ബഹളം വെക്കാം. എന്റെ വാദഗതികൾക്ക് ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് ബഹളം വെക്കാം. ഇല്ലെങ്കിൽ ആ വാദഗതി കേട്ടിട്ട് മറുപടി പറയാം. എന്തുകൊണ്ടാണ് മഞ്ജുഷിനോടടക്കവും ആങ്കറിനോടടക്കവും പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം കയറി പിടിക്കുന്നത്? അവസരമല്ലേ? മഞ്ജുഷ് പറയൂ, ആര് പറയണം? മഞ്ജുഷ് രാഹുൽ പറയൂ. മതിയല്ലോ. അപ്പൊ ഞാൻ രാഹുൽ ഈശ്വർ 1 മിനിറ്റ് എടുത്ത് കൃത്യം 1 മിനിറ്റിൽ താഴെ ഇതിന്റെ മറുപടി പറയും. 7:21 ആയി, 7:22 അതായത് ഞാൻ മഞ്ജുഷിനോടടക്കം അവിടുത്തെ ആങ്കറിനോടക്കം പറഞ്ഞ വാദഗതിയിൽ എന്തിനാണ് ഷാബു പ്രസാദ് സാർ കേടി പിടിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പേടിച്ചു പോയിന്ന്. അദ്ദേഹത്തെ ആരും അഡ്രസ് ചെയ്തു പോലുമില്ല. പക്ഷേ പേടിച്ചു പോയിന്ന് പറയുന്നതും അതിന്റെ ഇടയിലേക്ക് കയറി വരുന്നതും ഈ ലിബറലുകൾ കൈയടിക്കണം, ഫെമിനിസ്റ്റുകൾ കൈയടിക്കണം, പുരോഗമനവാദികൾ കൈയടിക്കണം. ഇതേ ഇരട്ടത്താപ്പാണ് ശബരിമല വിധിന്യായത്തിൽ ചില തീവ്ര വലതുപക്ഷക്കാർ ചെയ്തത്. അന്നും ഫെമിനിസ്റ്റുകളുടെ കൂടാണ് നിന്നത്, അന്നും ലിബറൽസിന്റെ കൂടാണ് നിന്നത്, അന്നും ശബരിമലയെ യുവതികളെ കേട്ടണമെന്ന് പറഞ്ഞാണ് നിന്നത്. എന്തിനാണ്? ഇവർക്ക് പുരോഗമനവാദികളെ ഭയമാണ്, മാധ്യമങ്ങളെ ഭയമാണ്, ലിബറലുകളെ ഭയമാണ്. അവരുടെ പരിലാളന കിട്ടി, കൈയടി കിട്ടി പ്രോത്സാഹിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. രാഹുൽ ഈശ്വർ അങ്ങനല്ല. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അന്നും ഇന്നും എന്നും പോരാടുന്നവനാണ്. അതുകൊണ്ട് ഹണി റോസ് അല്ല ആര് പറഞ്ഞാലും ആ വിമർശനം സോഫ്റ്റ് ലാംഗ്വേജിൽ സ്ട്രോങ് ആയി തുടരും.
സ്ട്രോങ് ആയ നിലപാടായിരിക്കും, പക്ഷെ സോഫ്റ്റ് ആയ ലാംഗ്വേജ് ആയിരിക്കും, ബാലൻസ്ഡ് ആയ അപ്രോച്ച് ആയിരിക്കും. ഹണി റോസ് ഇത്രയും വിമർശനങ്ങൾ ഉൾക്കൊണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ മോഡിഫൈ ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സോഷ്യൽ ഓഡിറ്റിനെ, വിമർശനങ്ങളെ മുൻനിർത്തി ഫീഡ്ബാക്കിനെ സ്വീകരിച്ചുകൊണ്ട് അവരത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. എനിക്കെതിരെ സാരി ഉടുത്ത് വന്നാലും കമന്റ് ചെയ്യുന്ന, മോശം കമന്റുകൾ ഇടുന്ന ആളുകൾ ഉണ്ടല്ലോ. അവരുടെ സാരി ഉടുക്കുന്ന രീതിയല്ലേ പ്രധാനം. മഞ്ജുഷ, സാരി ഉടുക്കുന്ന രീതിയല്ലേ. ടിപ്പ് ബർസ പാനിയിൽ രവീണ ടണ്ടൻ ഉടുക്കുന്ന രീതിയിൽ സാരി ഉടുത്ത് പൊതുവേദിയിൽ വരുമ്പോ, ഇനോഗ്രേഷൻ വരുമ്പോ വിമർശനങ്ങൾ ഉണ്ടായില്ലേ? ഇനി രണ്ട് ഹണി റോസിനെ മാത്രമായിട്ട് പറയാത്തോണ്ടാണ്. അമല പോൾ പ്രഗത്ഭയായ നടിയാണ്, സൗത്ത് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. ഒരു കോളേജിലെ ഇനോഗ്രേഷന് വേണ്ടി പള്ളിയിലച്ചന്മാരൊക്കെ ഇരിക്കുന്ന വേദിയിൽ വളരെ നിശ്ചയിച്ചു തരൂ. നേരത്തെ ഇവിടെ വീണ പറഞ്ഞത് ഒരു നിർവചനം തരൂ. ഓരോരുത്തർക്കുമുള്ള ഡ്രസ് കോഡുകൾ താങ്കൾ തന്നെ നിശ്ചയിച്ചു തരൂ. ഏത് ഡ്രസ് കോഡ്? കൃത്യമായി 2 വരിയിൽ പറയാം. കൃത്യമായി 2 വരിയിൽ. അശ്ലീലമെന്നുള്ളതും ശ്ലീലമെന്നുള്ളതും നിർവചിക്കാനാകില്ല. പക്ഷേ നിർണയിക്കുന്നത് നമ്മുടെ കാഴ്ചയും സമൂഹത്തിന്റെ ഉൾക്കാഴ്ചയും സംവാദങ്ങളിലൂടെ തീരുമാനിക്കും, സംഭാഷണങ്ങളിലൂടെ തീരുമാനിക്കും, ആ ആശയവിനിമയങ്ങളിലൂടെ തീരുമാനിക്കും. ഇന്നലെ ചാനൽ ചർച്ചയിൽ ചില ആൾക്കാർ ബോബി ചെമ്മണ്ണൂരിന്റെ വസ്ത്രധാരണം അശ്ലീലമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഹണി റോസിന് മിതത്വം വേണമെന്ന് പറഞ്ഞൂടെ? ബോബി ചെമ്മണ്ണൂർ വസ്ത്രധാരണം വിമർശിക്കാൻ